നമസ്കാരം സുഹൃത്തുക്കളെ, PK സീക്രട്ട് ട്രെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കരജീവിയായ ചീറ്റയെ കുറിച്ചാണ്. അതിന്റെ അത്ഭുതകരമായ വേട്ടയാടൽ രീതിയും ജീവിത ശൈലിയും നമുക്ക് അടുത്തറിയാം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ജീവി ആരാണെന്ന് ചോദിച്ചാൽ പലരും ആദ്യം ഓർക്കുന്നത് ചീറ്റയെയാണ്. എന്നാൽ ഈ അത്ഭുത ജീവിയുടെ ജീവിതം വെറും വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ആഫ്രിക്കയിലെ പ്രശസ്തമായ മാസായി മാരയിലേക്കാണ്. വിശാലമായ പുൽമേടുകളും ആയിരക്കണക്കിന് വന്യജീവികളും നിറഞ്ഞ ഈ പ്രദേശം ചീറ്റകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ്. മാസായി മാരയുടെ വിശാലമായ പുൽമേടുകളിൽ ആയിരക്കണക്കിന് വൈൽഡ് ബീസ്റ്റുകൾ ശാന്തമായി മേയുകയാണ്. എന്നാൽ ആ നിശബ്ദതയ്ക്കിടയിൽ പുല്ലുകൾക്കിടയിൽ ശരീരമൊളിപ്പിച്ചൊരു ചീറ്റ തന്റെ അടുത്ത വേട്ടയ്ക്കായി കാത്തിരിക്കുന്നു. കൂട്ടത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്ന ഒരു യുവ വൈൽഡ് ബീസ്റ്റിനെയാണ് ചീറ്റ ലക്ഷ്യമിടുന്നത്. കാറ്റിന്റെ ദിശ മനസ്സിലാക്കി ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അത് പതുക്കെ ഇരയുടെ അടുത്തേക്ക് നീങ്ങുന്നു. ശരിയായ അവസരം എത്തിയ നിമിഷം ചീറ്റ മിന്നൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നു. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ കഴിയുന്ന ചീറ്റയുടെ ഓട്ടം ഏതാനും സെക്കൻഡുകൾ മാത്രം നീളുമെങ്കിലും അത്രയും സമയം മതി ഇരയെ പിടികൂടാൻ. ഭയന്നോടുന്ന വൈൽഡ് ബീസ്റ്റ് ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ ചീറ്റ അതിവേഗത്തിൽ ദൂരം കുറച്ച് മുൻകാലുകൾ ഉപയോഗിച്ച് ഇരയുടെ കാലിൽ തട്ടി അതിന്റെ ബാലൻസ് തെറ്റിക്കുന്നു. വൈൽഡ് ബീസ്റ്റ് നിലത്തേക്ക് വീഴുമ്പോൾ ചീറ്റ അതിന്റെ കഴുത്തിൽ ഉറച്ചു പിടിച്ച് ശ്വാസനാളം അമർത്തുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇരയുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്നു. ഇത് ക്രൂരതയല്ല, മറിച്ച് പ്രകൃതിയുടെ സ്വാഭാവിക ചക്രത്തിന്റെ ഭാഗമാണ്. ചീറ്റയ്ക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ്. അതുപോലെ തന്നെ വേട്ടയാടൽ വന്യജീവികളുടെ ജനസംഖ്യയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ വേട്ട വിജയിച്ചതോടെ ചീറ്റയ്ക്ക് വിശ്രമിക്കാൻ സമയം ലഭിക്കാറില്ല. മാസായി മാരയിൽ സിംഹങ്ങളും ഹൈനകളും എപ്പോഴും അവസരം നോക്കി നിൽക്കുന്നു. അവ എത്തുന്നതിന് മുമ്പ് കഴിയുന്നത്ര വേഗത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് ചീറ്റയുടെ അതിജീവനത്തിന്റെ മറ്റൊരു ഭാഗമാണ്. മാസായി മാരയിലെ ഓരോ വേട്ടയും ഒരു ജീവന്റെ അവസാനവും മറ്റൊരു ജീവന്റെ തുടക്കവുമാണ്. പ്രകൃതിയിൽ ഓരോ ജീവിയും മറ്റൊന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ആഫ്രിക്കയുടെ വന്യലോകം ഇത്രയും അത്ഭുതകരവും അതേസമയം അതിജീവനത്തിന്റെ കഠിന യാഥാർത്ഥ്യവും നിറഞ്ഞതുമായത്. മാസായി മാര കെന്യയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി വരുന്ന ഈ പ്രദേശം തുറന്ന പുൽമേടുകൾ കൊണ്ട് സമ്പന്നമാണ്. ചീറ്റകൾക്ക് ഇതാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കാരണം ഇവയുടെ ഏറ്റവും വലിയ ആയുധം ശക്തിയല്ല, അതിവേഗമാണ്. തുറന്ന സ്ഥലങ്ങളിൽ ഇരയെ വളരെ ദൂരം വരെ കാണാനും അതിവേഗത്തിൽ പിന്തുടരാനും ഇവയ്ക്ക് കഴിയും. ചീറ്റയുടെ ശരീരം തന്നെ വേഗത്തിനായി രൂപകൽപ്പന ചെയ്തതാണ്. നീളം കൂടിയ കാലുകൾ, ഭാരം കുറഞ്ഞ ശരീരം, വളരെ വളയാൻ കഴിയുന്ന നട്ടെല്ല്, ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന നീളമുള്ള വാല്, കൂടാതെ മുഖത്ത് കണ്ണിൽ നിന്ന് വായിലേക്ക് നീളുന്ന കറുത്ത വരകൾ. ഈ വരകളെ ടിയർ മാർക്സ് എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ തിളക്കം കുറയ്ക്കാനും ഇരയെ വ്യക്തമായി കാണാനും ഇവ സഹായിക്കുന്നു. ചീറ്റയ്ക്ക് മണിക്കൂറിൽ ഏകദേശം 100 മുതൽ 110 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. വെറും 3 സെക്കൻഡിനുള്ളിൽ ഒരു സ്പോർട്സ് കാറിനെ പോലെ വേഗം കൂട്ടാൻ ഇതിന് സാധിക്കും. എന്നാൽ ഈ വേഗം 20 മുതൽ 30 സെക്കൻഡ് വരെ മാത്രമേ നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഓരോ വേട്ടയും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് നടക്കുന്നത്. ചീറ്റ സാധാരണയായി രാവിലെ നേരത്തെയോ വൈകുന്നേരമോ ആണ് വേട്ടയാടുന്നത്. കനത്ത ചൂടുള്ള സമയങ്ങളിൽ ഇവ വിശ്രമിക്കും. വേട്ടയാടാൻ മുമ്പ്
ചീറ്റ വളരെ ക്ഷമയോടെ ഇരയെ നിരീക്ഷിക്കും. കാറ്റിന്റെ ദിശയും ചുറ്റുപാടും മനസ്സിലാക്കി പുല്ലുകൾക്കിടയിൽ ഒളിഞ്ഞുകൊണ്ട് വളരെ പതുക്കെ ഇരയുടെ അടുത്തെത്തും. ശരിയായ അവസരം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ മിന്നൽ വേഗത്തിൽ ഓട്ടം തുടങ്ങും. സാധാരണയായി തോംസൺസ് ഗാസൽ, ഇംപാല, ചെറുപ്പം വൈൽഡ് ബീസ്റ്റ് എന്നിവയാണ് പ്രധാന ഇരകൾ. ഇരയുടെ അടുത്തെത്തിയ ശേഷം മുൻകാലുകൾ ഉപയോഗിച്ച് അതിനെ ബാലൻസ് തെറ്റിച്ച് വീഴ്ത്തുകയും പിന്നീട് കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുന്നത്. എന്നാൽ വേട്ട വിജയിച്ചതോടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. സിംഹങ്ങളും ഹൈനകളും പലപ്പോഴും ചീറ്റയുടെ ഇര തട്ടിയെടുക്കും. ഇവയുമായി ഏറ്റുമുട്ടാൻ ചീറ്റയ്ക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിയുന്നത്ര വേഗത്തിൽ കഴിച്ചു തീർക്കുകയാണ് പതിവ്. ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച ഇര പോലും ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വരും. ആൺചീറ്റകൾ പലപ്പോഴും സഹോദരങ്ങളുമായി ചെറിയ കൂട്ടങ്ങളായി ജീവിക്കും. ഇതിനെ കൊയലിഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ പെൺചീറ്റകൾ സാധാരണ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാലം ഒഴികെ അവ മറ്റു ചീറ്റകളെ ആശ്രയിക്കാറില്ല. പെൺചീറ്റയ്ക്ക് ഒരേ സമയം 3 മുതൽ 5 വരെ കുഞ്ഞുങ്ങൾ ജനിക്കാം. ജനിച്ച കുഞ്ഞുങ്ങൾ വളരെ ദുർബലരാണ്. ആദ്യ മാസങ്ങളിൽ സിംഹം, ഹൈന, പുള്ളിപ്പുലി, കഴുകൻ തുടങ്ങിയ പല വേട്ടക്കാരിൽ നിന്നും അവയെ അമ്മ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ചീറ്റ കുഞ്ഞുങ്ങളിൽ പലതും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ജീവൻ നഷ്ടപ്പെടുത്തുന്നു. അമ്മച്ചീറ്റ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിക്കുന്ന രീതി വളരെ കൗതുകകരമാണ്. ആദ്യം ചെറിയ പരിക്കേറ്റ ഇരകളെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കും. പിന്നീട് അവരെ സ്വന്തം നിലയിൽ വേട്ടയാടാൻ പ്രോത്സാഹിപ്പിക്കും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. മാസായി മാരയിലെ ജീവിതം എല്ലാ ദിവസവും ഒരു വെല്ലുവിളിയാണ്. ഓരോ ദിവസവും ഭക്ഷണം കണ്ടെത്തണം, ശക്തരായ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടണം, സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. അതാണ് ചീറ്റയുടെ യഥാർത്ഥ ജീവിതം. ഇന്ന് ലോകത്ത് ചീറ്റകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. വനനശീകരണം, മനുഷ്യരുടെ കയ്യേറ്റം, കൃഷിയിടങ്ങളുടെ വ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ആവാസ വ്യവസ്ഥ കുറഞ്ഞു വരുന്നതിനാൽ ചീറ്റകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും വേട്ടയാടാനും കഴിയാതെ വരുന്നു.
അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും വന്യജീവി സംരക്ഷണ സംഘടനകളും ചേർന്ന് ചീറ്റകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. സംരക്ഷിത വനങ്ങൾ വികസിപ്പിക്കുകയും മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ പുതിയ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നു. ചീറ്റയെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഓരോ ചീറ്റയുടെയും ശരീരത്തിലെ കറുത്ത പൊട്ടുകളുടെ രൂപം വ്യത്യസ്തമാണ്. മനുഷ്യരുടെ വിരലടയാളം പോലെ അത് ഓരോന്നിനും പ്രത്യേകത നൽകുന്നു. ഇവയ്ക്ക് ഗർജിക്കാൻ കഴിയില്ല. പകരം പൂച്ചകളെ പോലെ മുരലാനും ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ കഴിയൂ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ജീവിയാണെങ്കിലും ഏറ്റവും ശക്തനായ വേട്ടക്കാരൻ ചീറ്റയല്ല. അതിന്റെ കരുത്ത് വേഗതയിലും കൃത്യമായ സമയത്തുള്ള ആക്രമണത്തിലുമാണ്. മാസായി മാരയിലെ ഓരോ സൂര്യോദയവും ചീറ്റകൾക്ക് പുതിയ പ്രതീക്ഷയും പുതിയ പോരാട്ടവുമാണ്. ജീവൻ നിലനിർത്താനുള്ള അവരുടെ ഓരോ ഓട്ടവും പ്രകൃതിയുടെ അത്ഭുതം തന്നെയാണ്. ഈ മനോഹര ജീവികളെ സംരക്ഷിക്കുക എന്നത് അവയെ മാത്രം രക്ഷിക്കുന്നതല്ല, മുഴുവൻ പ്രകൃതി വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള വന്യജീവി കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുത ജീവിയുടെ ലോകവുമായി വീണ്ടും കാണാം. നന്ദി.